നമസ്കാരം. പ്രധാന വാർത്തകൾ. വ്യവസായ സംരംഭങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള പ്രദേശമാണ് പട്ടാമ്പി എന്ന് മന്ത്രി പി രാജീവ്. പുത്തൻ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഇവ മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി. പട്ടാമ്പിയിൽ വ്യവസായ വകുപ്പിന്റെ ജില്ലാതല നിക്ഷേപക സംഗമവും സാങ്കേതിക ശില്പശാലയും. ഏലപ്പുള്ളിയിൽ വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രി എം പി രാജേഷിന്റെയും സ്പിരിറ്റ് ബോംബെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദീഖ്. രാജേഷിന്റെ ബ്രൂവറി തുറക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കും. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നടത്തിയത് ഐതിഹാസിക സമരം. കർഷകർക്കൊപ്പം നിലകൊള്ളുന്ന ഏക പ്രസ്ഥാനം കർഷക കോൺഗ്രസ് ആണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞെന്നും ടി സിദ്ദീഖ്. CPM ഭരിക്കുന്ന ഷൊർണൂർ സഹകരണ അർബൻ ബാങ്കിൽ പാർട്ടി അംഗത്തിന്റെ ബന്ധുക്കൾക്ക് 7,70,00,000 രൂപ അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തുക തിരിച്ചുപിടിക്കാൻ ജപ്തി നടപടി. 4 വർഷത്തിനിടെ നടന്നത് ഒരു തിരിച്ചടവ് മാത്രം. ബാങ്കിന് ഈടായി നൽകിയ ചളവറയിലെ കെട്ടിടവും സ്ഥലങ്ങളും ജപ്തി ചെയ്തു. ബാങ്ക് വായ്പയായി നൽകിയത് വസ്തുവിന്റെ അന്നത്തെ വിപണി മൂല്യത്തേക്കാൾ ഉയർന്ന തുക. വായ്പ പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ കൂടുതൽ ജപ്തി നടപടിയുണ്ടായേക്കും. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന് BMS. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. രാഷ്ട്രത്തിന്റെ സമഗ്ര പുരോഗതിക്കായി കേന്ദ്ര സർക്കാർ തൊഴിലാളി പക്ഷത്തു നിന്ന് ചിന്തിക്കാനും നയങ്ങൾ രൂപീകരിക്കാനും തയ്യാറാകണമെന്ന് നേതാക്കൾ. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഷൊർണൂർ നഗരസഭ വഴിയിട വിശ്രമ കേന്ദ്രം ഉദ്ഘാടനത്തിന് മുൻപ് CPM അനുകൂല തൊഴിലാളി സംഘടന സമരപ്പന്തലാക്കിയെന്നാരോപിച്ച് BJP പ്രതിഷേധം. നഗരസഭാ സെക്രട്ടറിയെ BJP പ്രവർത്തകർ ഉപരോധിച്ചു. തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകരും അംഗൻവാടി ജീവനക്കാരും നടത്തുന്ന അവകാശ സമരത്തിന് ഐക്യദാർഢ്യവുമായി ഷൊർണൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ. കളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിന് മുന്നിലും കോൺഗ്രസിന്റെ ഐക്യദാർഢ്യ ധർണ. കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ കൊടും കുറ്റവാളി വടിവാൾ വിനീതിനായി തിരച്ചിൽ തുടരുന്ന വടക്കാഞ്ചേരിയിൽ ബൈക്ക് മോഷണം. കുമ്പളങ്ങാട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന എൻഫീൽഡ് ബൈക്ക് കവർന്നു. മോഷണത്തിന് പിന്നിൽ വിനീതെന്ന് സംശയം. വിനീതിനൊപ്പം രക്ഷപ്പെട്ട മറ്റൊരു പ്രതിയെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത് കുമ്പളങ്ങാട് അകമ്പാടത്ത് വെച്ച്. പോക്സോ കേസിലെ പ്രതി വിദേശത്ത് വെച്ച് മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിൽ. അർഹരായ മുഴുവൻ അപേക്ഷകർക്കും പാർപ്പിടമെന്ന ലക്ഷ്യത്തിന് മുൻഗണന നൽകി പട്ടാമ്പി നഗരസഭാ ബജറ്റ്. നഗരത്തിൽ സോളാർ വിളക്കുകൾ സ്ഥാപിക്കാൻ 2 കോടി. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ തുക നീക്കിവെച്ചു. നഗരസഭയുടെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന ഭാവനാശൂന്യമായ ബജറ്റെന്ന് പ്രതിപക്ഷം. പാർപ്പിടത്തിനും അടിസ്ഥാന വികസനത്തിനും ആരോഗ്യമേഖലയ്ക്കും മുഖ്യ പരിഗണന നൽകി മങ്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. പാരമ്പര്യത്തിന്റെ തലയെടുപ്പും വർണ്ണക്കാഴ്ചകളുടെ വിസ്മയവുമായി മണ്ണൂർ കൈമൂന്നത്തുകാവ് കൂത്തുതലപ്പൊലി. ആഘോഷത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. അമ്പലപ്പാറ മുതലപ്പാറ പൂരത്തിന് ആവേശ കൊടിയേറ്റം. പൂരം ഏപ്രിൽ 1. വാർത്തകൾ വിശദമായി. വ്യവസായ സംരംഭങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള പ്രദേശമാണ് പട്ടാമ്പി എന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. പട്ടാമ്പിയിൽ ജില്ലാ വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച ജില്ലാതല നിക്ഷേപ സംഗമവും സാങ്കേതിക ശില്പശാലയുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഇവ മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. പട്ടാമ്പി മണ്ഡലം വ്യവസായ സൗഹൃദമാക്കുന്നതിനും നിക്ഷേപങ്ങൾ ആരംഭിക്കുന്നതിനും സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും യുവതയെ വ്യവസായ രംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിനും വേണ്ടിയാണ് ജില്ലാ വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ ജില്ലാതല നിക്ഷേപ സംഗമവും സാങ്കേതിക ശില്പശാലയും സംഘടിപ്പിച്ചത്. പട്ടാമ്പിക്കടുത്ത് ശങ്കരമംഗലം ബോഗൻവില്ല ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഓൺലൈൻ വഴി സംഗമം ഉദ്ഘാടനം ചെയ്തു. അതേ ആനുകൂല്യങ്ങളും അതേ എക്സംഷൻസും സ്വകാര്യ വ്യവസായ പാർക്കുകളിൽ ലഭിക്കും. സ്വകാര്യ വ്യവസായ പാർക്കുകളുടെ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് നോട്ടിഫൈ ചെയ്യും. ഓരോ സ്വകാര്യ വ്യവസായ പാർക്കും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഗവൺമെന്റ് രൂപീകരിക്കും. അപ്പോൾ പട്ടാമ്പി പോകുന്ന പ്രദേശത്ത് നല്ല സാധ്യതയുണ്ട്. മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംരംഭമായി മാറിക്കഴിഞ്ഞു. ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ വിശിഷ്ടാതിഥിയായിരുന്നു. ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് IAS, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഗിരിജ, രതി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർക്ക് പുറമെ TV മമ്മു, സജീവ് കുമാർ, V കുഞ്ഞുമുഹമ്മദ്, ഗിരീഷ് പട്ടാമ്പി, K ബാലകൃഷ്ണൻ, KP കമാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക്ട് വില്യംസ് ജോൺസ് സ്വാഗതവും ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ A റഹമത്തലി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പ്രമുഖർ പങ്കെടുത്തു.
വ്യവസായ മേഖലയിൽ ഉപയോഗപ്പെടുത്താവുന്ന സാങ്കേതികവിദ്യകൾ, നിക്ഷേപക സാധ്യതകൾ, ധനസഹായ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും ഈ സംരംഭക പരിപാടി ഗുണകരമായി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. എലപ്പുള്ളിയിൽ വരാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായിയുടെയും മന്ത്രി എം ബി രാജേഷിന്റെയും സ്പിരിറ്റ് ബോംബെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ്. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യൂസ് ബ്രൂവർക്കെതിരെ നടത്തിയ 100 മണിക്കൂർ സത്യാഗ്രഹ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ടി സിദ്ദിഖ്. നെല്ലറയായ പാലക്കാടിനെയും എലപ്പുള്ളിയെയും നശിപ്പിക്കുന്ന നിർദ്ദിഷ്ട ബ്രൂവറി സ്ഥാപിക്കാൻ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം അനുവദിക്കില്ലെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. കരിമ്പട്ടികയിൽ ഉൾപ്പെടുന്ന ഒയാസിസ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചാൽ നെല്ലറ നാമാവശേഷമാകും. എം ബി രാജേഷിന്റെ ബ്രൂവറി പിറക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കും. ബ്രൂവറിയെ പടിയടച്ച് നെല്ലറയിലെ ജനങ്ങൾ പിണ്ടം വെച്ചതായും ടി സിദ്ദിഖ് പറഞ്ഞു. കർഷകർക്കൊപ്പം നിലകൊള്ളുന്ന ഒരേ ഒരു പ്രസ്ഥാനം കർഷക കോൺഗ്രസ് മാത്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതായും ടി സിദ്ദിഖ് പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യൂസിന്റേത് ഐതിഹാസിക സമരമാണ്. 100 മണിക്കൂർ സത്യാഗ്രഹ സമരം നടത്തി മാജുഷ് ചരിത്രത്തിൽ ഇടം നേടിയെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. ഇക്കഴിഞ്ഞ 23-ന് 5 വിളക്കിന് മുന്നിൽ ആരംഭിച്ച 100 മണിക്കൂർ നിരാഹാര സമരം രാവിലെ 10:30 സമാപിച്ചു. ടി സിദ്ദിഖ് MLA സമരനായകന് നാരങ്ങാ നീര് നൽകി. ചടങ്ങിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജി ശിവരാജൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM ഭരിക്കുന്ന ഷൊർണൂർ സഹകരണ അർബൻ ബാങ്കിൽ പാർട്ടി അംഗത്തിന്റെ കുടുംബത്തിലുള്ളവർക്ക് വായ്പ അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് പാർട്ടി തല അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ജപ്തി നടപടി. 7.70 കോടിയുടെ വായ്പ ക്രമക്കേടിൽ ബാങ്കിന് ഈടായി നൽകിയ ചളവറയിലെ പാലാട്ട് കെട്ടിടവും സ്ഥലങ്ങളുമാണ് ബാങ്ക് ജപ്തി ചെയ്തത്. 70 ലക്ഷം രൂപ വീതം 11 വായ്പകളായി ബാങ്ക് 7,70 ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഒരു തിരിച്ചടവ് മാത്രമാണ് നടന്നിട്ടുള്ളത്. 4 വർഷം കഴിഞ്ഞിട്ടും വായ്പാ തിരിച്ചടവുകൾ ഇല്ലാതായതിനാലാണ് ബാങ്ക് ജപ്തിയിലേക്ക് നീങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഈടായി നൽകിയ പാലാട്ട് ജയകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളും പിന്നീട് പാലാട്ട് കെട്ടിടത്തിന്റെ ഒരു ഭാഗവുമാണ് ജപ്തി ചെയ്തിട്ടുള്ളത്. അടുത്ത ഘട്ടമായി കുബേരക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ജപ്തി ചെയ്യാനാണ് ബാങ്കിന്റെ നീക്കം. വിവാദങ്ങൾക്ക് പിന്നാലെ വായ്പ വാങ്ങിയവരിൽ നിന്നും തന്നെ തുക ഈടാക്കാൻ കർശന നടപടിക്ക് CPM ജില്ലാ നേതൃത്വം ബാങ്കിന് നിർദ്ദേശം നൽകിയിരുന്നു. വായ്പയിലെ ക്രമക്കേടിനെക്കുറിച്ച് CPM ജില്ലാ കമ്മിറ്റിക്ക് 8 പരാതികളാണ് ലഭിച്ചിരുന്നത്. പരാതിയിൽ കഴമ്പുണ്ടെന്നും വായ്പ അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്നും അന്വേഷണം നടത്തിയ സംസ്ഥാന സമിതി അംഗം KS സലീഖയാണ് റിപ്പോർട്ട് നൽകിയത്. ബാങ്ക് ഭരണസമിതിയോട് അന്ന് വിശദീകരണം തേടിയെങ്കിലും മുൻ ഭരണസമിതിയുടെ കാലത്താണ് സംഭവമെന്നായിരുന്നു മറുപടി. അപേക്ഷകർ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ കുടുംബക്കാരായതിനാൽ വായ്പയ്ക്ക് പ്രാദേശിക നേതാക്കളിൽ പലരും സമ്മർദ്ദം ചെലുത്തിയതായും അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു. വസ്തുവിന്റെ അന്നത്തെ വിപണി മൂല്യത്തേക്കാൾ കൂടുതൽ തുകയായിരുന്നു ബാങ്ക് വായ്പയായി നൽകിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും പാർപ്പിടം നൽകുകയെന്ന പ്രധാന മുൻഗണന നൽകി പട്ടാമ്പി നഗരസഭയുടെ 2025-26 ബജറ്റ് അവതരിപ്പിച്ചു. 26,48,96,019 രൂപ മിച്ചം വരുന്ന ബജറ്റ് ആണ് അവതരിപ്പിച്ചത്. പട്ടാമ്പി ടൗണിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് 2 കോടിയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് 50 ലക്ഷം രൂപയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. 39,94,40,404 രൂപ ആകെ വരവും 23,45,44,385 രൂപ ചിലവും 26,48,96,019 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി അവതരിപ്പിച്ചത്. സമഗ്രമായ ബജറ്റാണ് അവതരിപ്പിച്ചതെന്നാണ് ഭരണപക്ഷത്തിൻ്റെ വാദം. അപേക്ഷ എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്നതാണ് ബജറ്റിൽ പ്രധാനമായും മുൻഗണന നൽകിയിരിക്കുന്നത്. കൂടാതെ BPL കുടുംബാംഗങ്ങൾ 15,000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് സൗജന്യമായി നൽകാനും തീരുമാനിച്ചു. ശങ്കരമംഗലം, കീഴായൂർ നഗരസഭയുടെ ഗ്രൗണ്ടുകൾക്ക് സോളാർ ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കാൻ 75 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പട്ടാമ്പി കോടതിയിൽ വനിതകളായ അഭിഭാഷകർക്ക് വിശ്രമമുറി, ബാത്റൂം എന്നിവയ്ക്ക് 40 ലക്ഷം രൂപയും കർഷകർക്ക് ആവശ്യമായ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പട്ടാമ്പി ടൗണിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 2 കോടി രൂപയും വകയിരുത്തി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് 50 ലക്ഷം രൂപയും വകയിരുത്തിയായി ബജറ്റിന് ശേഷം ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി എന്നിവർ പറഞ്ഞു. അത് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് മുഴുവൻ ആളുകൾക്കും, അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും
പാർപ്പിടം നൽകുക എന്നുള്ളതാണ്. കൂടാതെ ഹൈലൈറ്റായി പറയുന്നത് BPL കുടുംബങ്ങൾക്ക് 15,000 ലിറ്റർ വരെ ഉപയോഗിക്കുന്നവർക്ക് സൗജന്യമായി കുടിവെള്ളം നൽകുന്നതിനുമായി ഈ ബജറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേലെ പട്ടാമ്പി, ശങ്കരമംഗലം, കൊടല്ലൂർ എന്നീ ഗ്രൗണ്ടുകൾക്ക് നമുക്കറിയാം യുവജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായിരുന്ന ഒരു കാര്യമാണ് കളിക്കാനുള്ള സൗകര്യം എന്നുള്ളത്. കഴിഞ്ഞ ഈ 3 ഗ്രൗണ്ടുകൾക്ക് ആയി സോളാർ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുകൂടി ഇതിൽ 75 ലക്ഷം രൂപയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പിയുടെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന ബജറ്റാണ് പട്ടാമ്പി നഗരസഭയുടേതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കോടികൾ വരുമാനം ഉണ്ടായിട്ടും പുതിയ പദ്ധതികൾ ഒന്നും തന്നെ ഇല്ലെന്നും നിരാശാജനകമായ ബജറ്റാണിതെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടായിട്ടും പറയത്തക്ക ഒരു പുതിയ പദ്ധതികളും ഒന്നും തന്നെ ഇത്തവണത്തെ ബജറ്റിൽ കണ്ടില്ല. കഴിഞ്ഞ 5 വർഷമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ പുനർപ്രഖ്യാപനം മാത്രമാണ് ഇത്തവണ ഉണ്ടായതെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. പട്ടാമ്പിയിൽ അടിപ്പാത അടക്കമുള്ള വികസന പദ്ധതികൾ ഒന്നും തന്നെ കൊണ്ടുവരാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല. നിരാശാജനകമായ ബജറ്റാണ് ഇത്തവണത്തേതെന്നും പ്രതിപക്ഷ അംഗങ്ങളായ CA സാജിദ്, KR നാരായണസ്വാമി എന്നിവർ ആരോപിച്ചു. തീർച്ചയായും പട്ടാമ്പിയുടെ വികസനത്തിന് തുരങ്കം വെട്ടുന്ന ഒന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള പട്ടാമ്പി നഗരസഭയിൽ ഒരു പുതിയ പദ്ധതികളും പ്രത്യേകിച്ച് എടുത്തു പറയാനില്ലാത്ത തരത്തിലാണ് പുതിയ പദ്ധതി. എണ്ണി പറയാൻ കഴിയാവുന്ന ഒന്നും തന്നെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കോടികളുടെ വരുമാനമുള്ള ഈ ബജറ്റിൽ പുതുതായി അവതരിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒരു പദ്ധതികളുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുൻകാലങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി ആവർത്തിച്ചു കൊണ്ടിരുന്ന പദ്ധതികളുടെ പുനഃപ്രഖ്യാപനം മാത്രമാണ് ഇന്നത്തെ ഈ ബജറ്റിലൂടെ കാണാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പോക്സോ കേസിലെ പ്രതിയെ കേരള പോലീസ് വിദേശത്തു നിന്ന് പിടികൂടി. കരിമ്പുഴ തോട്ടരയിൽ താമസിക്കുന്ന 30 വയസ്സുള്ള കുന്തിപ്പുഴ വടക്കേതിൽ മുഹമ്മദ് ഷെഫീഖിനെയാണ് സൗദി അറേബ്യയിൽ വെച്ച് മണ്ണാർക്കാട് പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് DYSP C സുന്ദരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ സൗദി അറേബ്യയിൽ നിന്ന് പിടികൂടി നാട്ടിലെത്തിച്ചത്. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണ കേസിലെ പ്രതിയാണ് 30 വയസ്സുള്ള മണ്ണാർക്കാട് കുന്തിപ്പുഴ വടക്കേതിൽ വീട്ടിൽ മുഹമ്മദ് ഷഫീഖ്. കരിമ്പുഴ തോട്ടരയിൽ താമസിച്ചിരുന്ന പ്രതി കേസ് രജിസ്റ്റർ ചെയ്തറിഞ്ഞ് വിദേശത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പോക്സോ കോടതിയിൽ നിന്ന് ഓപ്പൺ വാറണ്ട് വാങ്ങി ക്രൈംബ്രാഞ്ച്, CBI എന്നിവ മുഖേന ഇത് ഇന്റർപോളിന് കൈമാറി. ഇന്റർപോളിന്റെ സഹായത്തോടെ സൗദി അറേബ്യ ഇന്റർപോളിന് കൈമാറുകയും റിയാദ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സഹായത്തോടെ ജോലിസ്ഥലത്തു നിന്ന് പ്രതിയെ പിടികൂടുകയുമായിരുന്നു. 3 മാസത്തോളമായി പ്രതി റിയാദിൽ തടങ്കലിലായിരുന്നു. 2022 അന്നത്തെ മണ്ണാർക്കാട് ഇൻസ്പെക്ടർ പ്രവീൺ കുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് സബ് ഇൻസ്പെക്ടർ M സുനിൽ തുടരന്വേഷണം നടത്തി. 2023 മണ്ണാർക്കാട് ഇൻസ്പെക്ടറായിരുന്ന ബോബിൻ മാത്യു ആണ് കുറ്റപത്രം സമർപ്പിച്ചത്. നാട്ടിലെത്തിച്ച പ്രതിയെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കി. പോയത് ഞാൻ DYSP, പിന്നെ ഇവിടെ തന്നെ ഒരു നൌഷാദ് എന്ന് പറഞ്ഞ ചെറുപ്പശ്ശേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ SIP ഉണ്ട്, നൌഷാദ്. അതുപോലെ പിന്നെ റംഷാദ് എന്ന് പറഞ്ഞിട്ട് ഈ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ റംഷാദ് അല്ല, അങ്ങനെ 3 പേരും കൂടി അടങ്ങിയിട്ടുള്ള സംഘമാണ് അവിടെ ഇതിനു വേണ്ടിയിട്ട് റിയാദിൽ പോയിട്ട് ഈ വ്യക്തിനെ കൊണ്ടുവന്നത്. ഇനിയത്തെ പ്രൊസീജിയർ ഇനി കോടതി ഹാജരാക്കും. കോടതി അതിന് യുക്തമായിട്ടുള്ള തീരുമാനമെടുത്ത് റിമാൻഡ് ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാർ, ഇത് കൊടുക്കുന്ന മെസ്സേജ് ഇപ്പൊ എന്ത് കുറ്റം ഒരു വിദേശത്തേക്ക് പോയാലും നമുക്ക് പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. വിദേശത്തേക്ക് പോയാലും നമ്മൾക്ക് ഇതുപോലെ ഈ മർഡർ കേസുകളോ സെക്ഷൽ ഒഫൻസോ അല്ലെങ്കിൽ എക്കണോമിക് ഒഫൻസോ നടത്തിയിട്ട് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എതിരായിട്ട് കോമ്പിറ്റന്റ് അതോറിറ്റി ആയിട്ടുള്ള കോടതി ഉണ്ടാവുമല്ലോ. ഈ കേസ് ട്രയൽ ചെയ്യുന്ന കോടതിന്റെ വാറണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ആ വാറണ്ട് വെച്ചിട്ട് അത് ഇന്റർപോളിനോ ഈ പറഞ്ഞ പോലെ നോഡൽ ഏജൻസി മുഖാന്തരം പ്രോപ്പർ ചാനലിൽ പോയി കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കുകയും റെഡ് കോർട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് ലോകത്തിലെവിടെയാണെങ്കിലും ആ വ്യക്തിന്റെ അഡ്രസ്സിലുള്ള അയാളെ പിടിക്കാനും കഴിയുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന BMS. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ BMS ജില്ലാ കമ്മിറ്റി നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറി K. രാജേഷ് ഉദ്ഘാടനം ചെയ്തു.
രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് മാത്രമേ രാഷ്ട്രത്തിന്റെ സമഗ്രമായ പുരോഗതി സാധ്യമാവുകയുള്ളൂവെന്നും ഇതിനായി കേന്ദ്ര സർക്കാർ തൊഴിലാളി പക്ഷത്തു നിന്ന് ചിന്തിക്കാനും നയങ്ങൾ രൂപീകരിക്കാനും തയ്യാറാകണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത BMS ജില്ലാ സെക്രട്ടറി കെ രാജേഷ് അഭിപ്രായപ്പെട്ടു. BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റുമാരായ M ഗിരീഷ്, V ശിവദാസ്, ട്രഷറർ V ശരത്, ജോയിന്റ് സെക്രട്ടറിമാരായ ശശി ചോറോട്ടൂർ, രാജേഷ് ചെത്തലൂർ, PK ബൈജു, സംസ്ഥാന സമിതി അംഗങ്ങളായ S രാജേന്ദ്രൻ, K സുധാകരൻ, S അമർനാഥ് എന്നിവർ സംസാരിച്ചു. EPF പെൻഷൻ മിനിമം 5000 രൂപയാക്കുക, അവസാനം വാങ്ങുന്ന ശമ്പളത്തിന് 50% പെൻഷൻ അനുവദിക്കുക, EPF പരിധി 15,000-ൽ നിന്ന് 30,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ESI പരിധി 21,000-ൽ നിന്ന് 42,000-ആക്കി ഉയർത്തുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുക, ഇൻഷുറൻസ് കമ്പനികളിൽ 100% വിദേശ പങ്കാളിത്ത നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMSന്റെ ദേശീയ പ്രക്ഷോഭം. തൊഴിലാളി സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. BMSന്റെ സഹോദര സംഘടന രാജ്യം ഭരിക്കുമ്പോൾ ആ ഒരു സഹോദര സംഘടനയുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഈ കിരണ പതാക കെട്ടിക്കൊണ്ട് ഭാരതീയ മസ്ദൂർ സംഘത്തിന് ഒരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന് സ്വാഗത പ്രാസംഗികത്തിൽ ഗിരീഷ് വ്യക്തമായി പറഞ്ഞു. ഒരു കൊടിയുടെയും നിറം നോക്കാതെ, ഒരു ഭരണക്കാരുടെയും നിറം നോക്കാതെ തൊഴിലാളികളുടെ അവകാശവും കൂലിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യാൻ ഈ രാജ്യത്ത് നട്ടലുള്ളൊരു സംഘടന ഉണ്ടെങ്കിൽ അത് ഭാരതീയ മസ്ദൂർ സംഘം BMS മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിയിൽ മാലിന്യനിർമ്മാർജ്ജന യജ്ഞവുമായി CPIM നേതാക്കളും പ്രവർത്തകരും ചേർന്ന് കോട്ടായി സെന്ററും പരിസരവും വൃത്തിയാക്കി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് CPM കോട്ടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച കോട്ടായി സെന്ററും പരിസരവും ശുചീകരിച്ചത്. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. നവകേരളത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും മാർച്ച് 30-ന് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഏപ്രിൽ മാസം 3-ാം തീയതി ബ്ലോക്ക് പഞ്ചായത്തുകളും 5-ാം തീയതി ജില്ലാ പഞ്ചായത്തുകളും. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, CPM കോട്ടായി ലോക്കൽ സെക്രട്ടറി KP രവീന്ദ്രൻ, LC അംഗങ്ങളായ TC കുഞ്ഞുമോൾ, P പ്രീത, പത്മാവതി, പാർട്ടി പ്രവർത്തകരായ കരുണാകരൻ, R ലത, കോട്ടായി സെന്ററിലെ CITU ചുമട്ടുതൊഴിലാളികൾ എന്നിവർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ കൊടും കുറ്റവാളി വടിവാൾ വിനീതിനായി തിരച്ചിൽ തുടരുന്ന വടക്കാഞ്ചേരി മേഖലയിൽ നിന്ന് കഴിഞ്ഞ രാത്രി ബൈക്ക് മോഷണം പോയി. കുമ്പളങ്ങാട് വടക്കുമുറി ഭക്ഷണത്ത് വീട്ടിൽ ശരത് എന്ന യുവാവിന്റെ റോയൽ എൻഫീൽഡ് ഹണ്ടർ ബൈക്കാണ് മോഷ്ടിക്കപ്പെട്ടത്. ഫൈനാൻസ് സ്ഥാപനത്തിൽ കളക്ഷൻ മാനേജരായി ജോലി ചെയ്യുന്ന യുവാവിന്റെ ബൈക്കാണ് നഷ്ടപ്പെട്ടത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കിൽ നിന്ന് താക്കോലെടുക്കാൻ ശരത്ത് മറന്നിരുന്നു. ഇതും മോഷ്ടാവിന്റെ ജോലി എളുപ്പമാക്കി. ശരത്തിന്റെ സഹോദരൻ സുജിത്ത് രാത്രി 10:30 വീട്ടിലെത്തിയപ്പോഴും മുറ്റത്ത് ബൈക്ക് ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയോടെയാണ് ബൈക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പുറത്തേക്ക് പോയിട്ട് ഞാനൊരു 7 മണിയാകുമ്പോൾ വീട്ടിൽ കയറി. അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല. വീട്ടിൽ മുറ്റത്ത് തന്നെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈകുന്നേരം 10:30 ആകുമ്പോൾ അനിയൻ വന്നു. ആള് 10:30 വരുമ്പോൾ വണ്ടി വീട്ടിലുണ്ട്. രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വന്നപ്പോൾ നമുക്ക് മുറ്റത്ത് വണ്ടി കാണുന്നില്ല. അപ്പോൾ വണ്ടി നോക്കിയപ്പോൾ ഇവിടെ കാണുന്നില്ല. അപ്പം ഇന്നലെ ഉച്ചയോടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ വടിവാൾ വിനീതും കൂട്ടാളി രാഹുലും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു. വൈക്കം മോഷണക്കേസിൽ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെയാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. പ്രതികളിൽ ഒരാളെ കുമ്പളങ്ങാട് അകമ്പാടം പരിസരത്തു നിന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു. എന്നാൽ വടിവാൾ വിനീതിനെ കണ്ടെത്താനായിരുന്നില്ല. ഇയാൾക്കു വേണ്ടി അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇന്നലെ രാത്രിയോടെ ശരത്തിന്റെ വാഹനം വീട്ടുമുറ്റത്ത് നിന്ന് കാണാതാകുന്നത്. അതുകൊണ്ട് തന്നെ മോഷണത്തിന് പിന്നിൽ വടിവാൾ വിനീതാണോ എന്ന സംശയം നിലനിൽക്കുകയാണ്.
ബൈക്കുടമയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വസീഫ്. പരസ്പരം പഴിചാരുകയല്ല, ലഹരി എന്ന വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുകയാണ് വേണ്ടതെന്ന് വി വസീഫ് ചൂണ്ടിക്കാട്ടി. പറ്റില്ല, അതിലേക്കൊക്കെ പോയി പോകും. പക്ഷേ അവരെയെല്ലാം തിരുത്താനും അവരെ ബോധവൽക്കരിക്കാനും ഇത് തെറ്റാണ് എന്ന് പഠിപ്പിക്കാനും നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുമൊക്കെ വളരെ കൃത്യമായ ജാഗ്രത കാണിക്കുന്ന ഇടപെടുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഇപ്പോൾ കേരളത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഈ പത്രവും ചാനലുകൾക്ക് മുമ്പിലൊക്കെ വന്ന് ഞങ്ങൾ ലഹരിക്കെതിരെ പോരാട്ടത്തിലാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ പലരും ഉണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ പട്ടാമ്പിയിലെ ഡിവൈഎഫ്ഐക്കാർ ഇവിടെ ഒരു വിപുലമായ പരിപാടിയാണ് ഇപ്പോൾ സംഘടിപ്പിച്ചത്. ഇത് മാത്രമല്ല, ഞങ്ങൾ ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന ക്യാമ്പയിൻ തുടങ്ങിയിട്ട് വർഷം 3 ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവാനിയ ഗാർഡൻസിലായിരുന്നു പരിപാടി. ഇഫ്താർ സംഗമത്തിന് പുറമെ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ജാഗ്രതാ സമിതി രൂപീകരണം എന്നിവയുമുണ്ടായി. പാലക്കാട് വിമുക്തി മിഷൻ എക്സൈസ് ഓഫീസർ MP അബ്ദുറഹ്മാൻ പ്രഭാഷണം നടത്തി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, TP ഷാജി, SI മണികണ്ഠൻ, ഡോക്ടർ രേഖാകൃഷ്ണൻ, KR നാരായണസ്വാമി, AN നീരജ്, രജീഷ്, TP രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇഫ്താർ സംഗമത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭ വഴിയിട വിശ്രമ കേന്ദ്രം ഉദ്ഘാടനത്തിന് മുൻപ് CPM അനുകൂല തൊഴിലാളി സംഘടന സമരപ്പന്തലാക്കിയെന്നാരോപിച്ച് BJPയുടെ പ്രതിഷേധം. BJP പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നഗരസഭ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ധർണ നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. ഷൊർണൂർ നഗരസഭയ്ക്ക് മുൻവശത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കാത്തുകിടക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ടേക്ക് എ ബ്രേക്ക് പ്രകാരം നിർമ്മിച്ച വഴിയിട വിശ്രമ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഭരണാനുകൂല തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ആയിരുന്നു ഉദ്ഘാടകൻ. നഗരസഭയുടെ അനുമതിയില്ലാതെ നഗരസഭയ്ക്കുള്ളിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ യോഗങ്ങൾ നടത്തുകയോ കൊടിതോരണങ്ങൾ കെട്ടുകയോ ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഭരണകക്ഷിയുടെ പോഷക സംഘടനകൾ തന്നെ നിയമലംഘനം നടത്തിയത് കുറ്റകരമാണെന്ന് BJP ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് BJP പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത്. ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നഗരസഭാ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ധർണ നടത്തിയതിനെതിരെ നോട്ടീസ് നൽകുമെന്ന് സെക്രട്ടറി അറിയിച്ചതായി നേതാക്കൾ പറഞ്ഞു. അനുമതിയില്ലാതെ നഗരസഭാ സ്ഥാപനത്തിൽ ധർണ നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത് രേഖാമൂലം സെക്രട്ടറിക്ക് പരാതി നൽകി. MP സതീഷ് കുമാർ, EP നന്ദകുമാർ, K പ്രസാദ്, ഹരീഷ്, മനോജ് ആറാണി, KT രവിദാസ്, ലേഖ രമേഷ്, KR അശ്വതി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഷൊർണൂർ നഗരസഭയുടെ മുമ്പിൽ ടേക്ക് എ ബ്രേക്ക് എന്ന സ്ഥാപനം ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ്. ഉദ്ഘാടനം പോലും ആവാത്ത ടേക്ക് എ ബ്രേക്കിനുള്ളിൽ ഇന്നലെ CITUവിന്റെ CPMന്റെ നേതാക്കന്മാരും CITUക്കാരും കൂടി സമരപ്പന്തലായി ഉപയോഗിച്ചിരിക്കുകയാണ്. വളരെ മോശമായ പ്രവൃത്തിയാണ് CPMന്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഭരണ സംവിധാനത്തിന്റെ ചെയർമാന്റെയൊക്കെ അറിവോട് കൂടിയിട്ടാണ് അതുണ്ടായെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം CPMന്റെ പോഷക സംഘടനയായ CITU ആണ് ഈ സമരം നടത്തുന്നത്. ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. ചെയർമാനെ പോലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. ചെയർമാൻ മാത്രമായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നില്ലല്ലോ. അത്തരമൊരു സ്ഥലത്ത് ഇത്തരമൊരു പരിപാടി, ഉദ്ഘാടനം കൂടി നടക്കാത്ത സ്ഥലത്ത് ഒരു പരിപാടി നടത്തിയിട്ട് അത് മറ്റുള്ള ആളുകൾക്കും കൂടി മോശമാക്കുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾ നഗരസഭാ സെക്രട്ടറിനെ കണ്ട് പരാതി രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. ആ വിവരം അറിയിച്ചിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറി അത് അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സമരം നടത്തുന്ന ആശാവർക്കർമാരെ സഹായിച്ചാൽ പിന്നീട് അവർ ആശയായി തുടരില്ലെന്ന് കണ്ണാടിയിൽ CPM അംഗത്തിന്റെ ഭീഷണി. കണ്ണാടി പഞ്ചായത്തിലെ ആശാവർക്കർമാരോടാണ് വാട്സാപ്പ് മുഖേന CPM അംഗം ഭീഷണി മുഴക്കിയിരിക്കുന്നത്.
അതെ, നമ്മുടെ എല്ലാ പഞ്ചായത്തിന്റെയും എനിക്കൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക് കണ്ണാടി ആരെയും പോകുന്നുണ്ട് പറയേണ്ടത്. എന്താണ് കണ്ണാടി പഞ്ചായത്തിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ആരെങ്കിലും പോയി എന്നറിഞ്ഞാൽ ഒരാശ പോലും ഇവിടുന്ന് പോയി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിതിൻ ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ആ പോയ പോലെ ഉണ്ടാവുള്ളൂ. പിന്നെ ആ ആശയിൽ തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് ചിലർ പോകാൻ തയ്യാറെടുക്കുന്നുണ്ടെന്നും ഇത് വേണ്ടെന്നുമാണ് മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നതെന്ന് വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു. കൊടുമ്പ് പേഴുംപള്ളം പുള്ളേരി LC അംഗം രമണിയാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നത്. ആരെങ്കിലും പങ്കെടുത്താൽ അവരുടെ വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് അംഗങ്ങളെയും LC മെമ്പർമാരെ അറിയിക്കുമെന്നും പറയുന്നുണ്ട്. ഇവരുടെ വിവരങ്ങൾ സഹിതം ഫോൺ നമ്പർ ബന്ധപ്പെട്ടവർക്ക് നൽകണമെന്നും സന്ദേശത്തിൽ പറയുന്നു. ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരം ഏരിയ സെക്രട്ടറി നിതിൻ കണിച്ചേരിയെ അറിയിക്കണമെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സമരത്തിൽ പങ്കെടുത്താൽ മന്ത്രിതലത്തിൽ ഇടപെടൽ ഉണ്ടാകും. പോയതുപോലെ തിരിച്ചു വരാൻ കഴിയില്ല. പിന്നെ ആശാവർക്കറായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും രമണി സന്ദേശത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്ന ആശാവർക്കർമാരെ അധിക്ഷേപിക്കുന്നതിന് പുറമെ CPM ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന രീതി കൂടി പുറത്തെടുത്തിരിക്കുകയാണെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ജോലി തന്നെ നഷ്ടപ്പെടുത്തുമെന്നാണ് CPM വ്യക്തമാക്കുന്നത്. നേരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീക്കാരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. സമരത്തിൽ പങ്കെടുക്കാനും കൺവെൻഷനുകളിൽ ആളെ കൂട്ടാനും CPM മിക്കയിടങ്ങളിലും കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയുമാണ് ഉൾക്കൊള്ളിക്കാറുള്ളതെന്ന് സന്ദേശത്തിനെതിരെ പ്രതിഷേധമുയർത്തുന്നവർ ചൂണ്ടിക്കാട്ടി. സമരപരിപാടികളിലും പൊതുയോഗങ്ങളിലും പങ്കെടുത്തില്ലെങ്കിൽ പിരിച്ചുവിടുമെന്ന് ഭീഷണിയുണ്ടായിട്ടുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. ആശാവർക്കർമാരുടെ സമരത്തിന് ദിനംപ്രതി പിന്തുണ വർദ്ധിക്കുന്നതിനുള്ള അസഹിഷ്ണുതയാണ് CPM പുറത്തെടുക്കുന്നതെന്ന് പ്രദേശത്തെ മറ്റ് പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നിരന്തരം അവഹേളിക്കുന്ന ആശാവർക്കർമാരുടെ സമരം ഓരോ ദിവസം കഴിയുന്തോറും ശക്തി പ്രാപിക്കുകയാണ്. രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം കോൺഗ്രസിൻ്റെയും BJPയുടെയും രാഷ്ട്രീയ കളിയാണ് ആശകളുടെ സമരമെന്നും ഒരു വിഭാഗം പറയുന്നു. സമരത്തിൽ പോയാൽ പോയ പോലെ പിന്നീട് ആശയിൽ തുടരില്ലെന്നും CPM ഏരിയ സെക്രട്ടറി വ്യക്തമാക്കിയതായും ഈ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവനന്തപുരത്ത് അവകാശ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഷൊർണൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ഐക്യദാർഢ്യ ധർണ നടത്തി. ധർണാ സമരം പാലക്കാട് DCC സെക്രട്ടറി VKP വിജയനുണ്ണി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 45 ദിവസമായി ഈ സമരം ന്യായമായി പരിഹരിക്കുന്നതിന് പകരം ആ സമരത്തിൽ പങ്കെടുത്ത ആശാവർക്കർമാരെ വളരെ മ്ലേച്ഛമായ രീതിയിൽ അവഹേളിക്കുകയും ഈ സമരത്തിന് യാതൊരു കാര്യവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിമാരും ഇടതുപക്ഷ പാർട്ടി ഭാരവാഹികളുമെല്ലാം പാവപ്പെട്ട ഈ ആശാവർക്കർമാരെ അപമാനിക്കുകയെന്ന സ്ഥിതിയിലാണ് ഇന്ന് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് UDFും പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഏറ്റെടുത്തിരിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, TY ഷിഹാബുദ്ദീൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, നേതാക്കളായ VP രാധാകൃഷ്ണൻ, OM ഗോപികൃഷ്ണൻ, PM മുരളീധരൻ, E കൃഷ്ണൻകുട്ടി, VG ശ്രീനിവാസൻ, CV ആഷിഖ്, നഗരസഭാ കൗൺസിലർമാരായ PR പ്രവീൺ, ശ്രീകലാരാജൻ, T സീന, C സന്ധ്യ, നേതാക്കളായ അജിത് മാസ്റ്റർ, സരോജിനി, ലീല, ശോഭനകുമാരി, അബൂബക്കർ, സുശീൽ കുമാർ, രതീഷ്, വിൻസെന്റ്, ഉദയൻ, രവീന്ദ്രൻ, പ്രിയദർശൻ, NM പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരുവനന്തപുരത്തെ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് വളത്തൂർ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ഐക്യദാർഢ്യ ധർണ നടത്തി. ധർണ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ KA ജോസഫ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഖാദർ മോൻ, OU ബഷീർ, മായ ഉദയൻ, ഫിറോസ്, ബീന, ഉണ്ണികൃഷ്ണൻ, മൂസ,
തമ്പിമണി, ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാർപ്പിടത്തിനും ആരോഗ്യ മേഖലയ്ക്കും അടിസ്ഥാന വികസനത്തിനും ഊന്നൽ നൽകി മങ്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 21.5 കോടിയുടെ വാർഷിക ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മല്ലിക അവതരിപ്പിച്ചത്. പാർപ്പിട നിർമ്മാണത്തിനായി 2,35 ലക്ഷം രൂപയാണ് മങ്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖലയുടെ വികസനത്തിന് 73,65,000 രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അടിസ്ഥാന വികസനത്തിന് 3,13,71,000 രൂപയുടെ പദ്ധതികളുണ്ട്. 21,51,98,526 രൂപ വരവും 21,36,82,000 രൂപ ചെലവും 15,16,526 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസിന്റെ അധ്യക്ഷതയിലാണ് വൈസ് പ്രസിഡന്റ് മല്ലിക ബജറ്റ് അവതരിപ്പിച്ചത്. സെക്രട്ടറി NK കണ്ണൻ സ്വാഗതവും അക്കൗണ്ടന്റ് ഷാൻജി ജെയിംസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലഹരിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് KSKTU ഒറ്റപ്പാലം ഏരിയ വനിതാ കൺവെൻഷൻ. KSKTU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K കോമളകുമാരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ നമ്മുടെ മറ്റൊരു അഭിമാന താരമായ വിഘ്നേഷ് ഫോഗട്ടും അവർക്ക് കിട്ടിയ എല്ലാ നേട്ടങ്ങളെയും തെരുവിൽ വലിച്ചെറിഞ്ഞു. കീർത്തിചക്ര പുരസ്കാരം ഉൾപ്പെടെ തെരുവിൽ വലിച്ചെറിഞ്ഞെന്താണ് അവർക്കെതിരെ നടന്ന ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു BJPയുടെ നേതാവ് നടത്തിയത്. അവർ സമരം ചെയ്തിട്ടും നിരവധി ദിവസങ്ങളോളം തെരുവിൽ കിടന്ന് സമരം ചെയ്തിട്ടും അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന നടപടിയല്ലാതെ ഇത് ചെയ്ത നേതാവിനോട് യാതൊരു തരത്തിലുള്ള അറസ്റ്റോ മറ്റു കാര്യങ്ങളോ അയാൾക്കെതിരെ നടപടിയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവർക്ക് കിട്ടിയ കൺവെൻഷനിൽ ഏരിയ കമ്മിറ്റി അംഗം AC പുഷ്പലത അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ C വിജയൻ, C ഗിരിജ, ജില്ലാ കമ്മിറ്റി അംഗം M സുബ്രഹ്മണ്യൻ, ഏരിയ പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, സെക്രട്ടറി M സുരേന്ദ്രൻ, ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, P രമണി, M വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി C ഗിരിജ കൺവീനർ, YN ഷീജ, K രമണി ജോയിന്റ് കൺവീനർമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശമ്പള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുന്നിൽ ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് നടത്തിവന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയ സാഹചര്യത്തിലാണ് 15 ദിവസം പിന്നിട്ട സമരം നിർത്തിവെച്ചത്. സമരത്തിന്റെ 15ാം ദിവസം കേരള സർക്കാർ സമരസമിതി നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഡോക്ടർ രാജനൻ ഖോബ്രഗഡെ IPS അഡീഷണൽ ചീഫ് സെക്രട്ടറി സാംസ്കാരിക കാര്യ വകുപ്പുമായി നടത്തിയ ചർച്ചയിൽ സാംസ്കാരിക വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് ഭാരവാഹികളും കലാമണ്ഡലം രജിസ്ട്രാറും പങ്കെടുത്തു. UGCയുടെ 6ാം ശമ്പള പരിഷ്കരണ അപാകത പരിഹരിച്ച് 2007 ജൂൺ മുതലുള്ള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും UGCയുടെ 7ാം ശമ്പള പരിഷ്കരണത്തിലെ അപാകത പരിഹരിച്ച് 2019 ജൂലൈ മുതലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നതിനാവശ്യമായ സത്വര നടപടി സ്വീകരിക്കുമെന്നത് ഉൾപ്പെടെയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം നിർത്തിവെച്ചതെന്ന് സമരസമിതി പ്രസിഡന്റ് കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി കലാമണ്ഡലം S ഗോപകുമാർ എന്നിവർ അറിയിച്ചു. UGCയുടെ 6ാം ശമ്പള പരിഷ്കരണം 2007 ജൂൺ മുതൽ അനുവദിക്കുന്നതാണെന്നും അതുപോലെ തന്നെ പെൻഷനാനുകൂല്യങ്ങൾ നൽകുന്നതാണെന്നും അതിൻ്റെ കുടിശ്ശിക നൽകുന്നതാണെന്നും 7ാം പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ 2021 നവംബർ മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് യൂണിവേഴ്സിറ്റികളിലും കോളേജിലും നൽകിയതുപോലെ 2019 ജൂലൈ മുതൽ കലാമണ്ഡലത്തിൽ നടപ്പിലാക്കും എന്ന് തന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം തൽക്കാലം നിർത്തിവെക്കുന്നതിന് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ അയൽവാസികളും നഗരസഭാ കൌൺസിലറും വഴിയിൽ തടഞ്ഞ് മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. മർദ്ദനത്തിന്റെ വീഡിയോ ഉൾപ്പെടെ ചേർത്ത് പരാതി നൽകിയിട്ടും ഒറ്റപ്പാലം പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണം. ഒറ്റപ്പാലം കയറമ്പാറ സ്വദേശികളാണ് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത്. ഒറ്റപ്പാലം കയറമ്പാറ ശ്രീനഗർ കോളനിയിലെ റജിമോൾ മോഹൻകുമാർ ദമ്പതികളാണ് വാർത്താ സമ്മേളനത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത്. കോവിഡ് കാലത്ത് തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ്. എന്നാൽ
തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിൽ വിരോധമുണ്ടായിരുന്ന പരിസരവാസികൾ നായ്ക്കളെ വിഷം നൽകി കൊല്ലുകയായിരുന്നു. ഇതേ ചൊല്ലി വഴക്കിന് പോകാതെ പോലീസിൽ പരാതി നൽകി. ഡോഗുകൾക്ക് നമ്മൾ കുറച്ച് ഭക്ഷണം കൊടുത്തത് ശരിയാണ്. അത് അന്ന് ചീഫ് മിനിസ്റ്റർ പറഞ്ഞായിരുന്നു ഇങ്ങനെ പാവപ്പെട്ട ഡോഗുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ പുറത്ത് വെച്ച് പോവുകയും ചെയ്യുമായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഡോഗുകൾ, നമ്മൾ കൊണ്ടുവന്ന ഡോഗുകളൊന്നും അല്ല. അവിടെ തന്നെ ഒരാളെയും കടിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഈ ഡോഗുകളൊന്നും. അവരെന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇതിനെയൊക്കെ വിഷം വെച്ച് കൊന്നു. അതിൻ്റെ പേരിൽ ഇവൾക്ക് ഒരു ഇത് വന്ന് ഞാൻ പറഞ്ഞു വിട്ടുകളെ. എന്നിട്ട് ഇവൾ പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു. അതിൻ്റെ FIR ഒക്കെ ഇട്ടു. അതിൻ്റെ ദേഷ്യം ഇങ്ങനെ നിൽക്കുകയാണ് അവൾക്ക്. ഇതാണ് അതിൻ്റെ തുടക്കം. അതാണ്. പിന്നെ നമ്മളവിടെ ഡോഗുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കില്ല. പേരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈ ചത്ത ഡോഗിൻ്റെ ഒരു പെൺ ഡോഗ് ഉണ്ടായിരുന്നു. അത് പ്രസവിച്ചിട്ടുള്ള ആ കുട്ടികൾ അവിടെ കിടക്കുന്ന ആ കുട്ടികളിൽ ഇത് മരിക്കാറായപ്പോൾ കുട്ടികളുടെ അടുത്ത് പോയി കിടന്നു. ആ കുട്ടികൾ ഈ മരിച്ച ഡോഗിൻ്റെ പാല് കുടിക്കുന്നു. അത് കണ്ടപ്പോൾ നമുക്കൊരു മനസ്സിൽ ഒരു തോന്നിയിട്ട് ഒരു 5 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ നമ്മൾ പാല് കൊടുത്ത് അതിനെ രക്ഷപ്പെടുത്തിയെന്നുള്ള ആ ഡോഗുകളാണ് അതിലെ നടത്തുന്നത്. ഇന്നേ വരെ ആ ഡോഗുകൾ ആരെയും ഉപദ്രവിക്കാറില്ല. ഞങ്ങളുടെ വീടിൻ്റെയും വേറൊരു വീടിൻ്റെയും ഒരു ഡോക്ടർ താമസിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഓപ്പൺ സ്പേസ് ആണ്. കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓപ്പൺ സ്പേസ് ആണ്. ഒരു 6:30 ആയി കഴിഞ്ഞാൽ പന്നികൾ ഇഷ്ടംപോലെ ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അതുങ്ങൾ പാവങ്ങൾ പോയി കിടക്കുന്നത്. ഒരാളെ ഇന്നവരെ ഉപദ്രവിച്ചിട്ടില്ല. പരാതി പരിഹരിക്കാനായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ സമയത്ത് പോലീസുകാരുടെ മുന്നിൽ വെച്ച് പോലും പ്രതികൾ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നതായി ദമ്പതികൾ ആരോപിച്ചു. അവശേഷിക്കുന്ന തെരുവു നായ്ക്കൾക്ക് വീണ്ടും ഭക്ഷണം നൽകുന്നുണ്ടായിരുന്നു. ഇവയെയും വിഷം നൽകി കൊല്ലാതിരിക്കാനും സംരക്ഷിക്കാനും മൃഗസ്നേഹികളുമായി ബന്ധപ്പെട്ടു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കൗൺസിലറും പരിസരവാസികളും ചേർന്ന് ഒറ്റപ്പാലത്തേക്ക് ഓട്ടോറിക്ഷയിൽ പോകവെ ക്രൂരമായി മർദ്ദിച്ചതെന്നും ഇവർ ആരോപിച്ചു. അവിടെ നിന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ വിവേക് എന്ന് പറയുന്ന ആളും കൂടെ ഒറ്റപ്പാലത്തോട്ട് പോണ വഴിക്ക് നമ്മുടെ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു തേനിയുണ്ട്. ആ വഴിയിൽ വെച്ച് ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള 15ഓളം ആൾക്കാരും കൂടെ എന്നെ തടഞ്ഞു നിർത്തുകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈൽ ആദ്യം മേടിച്ചെടുത്തിട്ട് ഹസ്ബൻഡിനെ വെളിയിലിറക്കുകയും വേലു എന്ന് പറയുന്ന ഒരാൾ എൻ്റെ വലത്ത് കയ്യിൽ പിടിച്ച് തിരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്ന സമയത്ത് ഈ വിവേക് എന്ന് പറയുന്ന ആളെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീഡിയോ പിടിച്ച സമയത്ത് ഈ ഗോപാലകൃഷ്ണൻ മൊബൈൽ തട്ടിപ്പറിക്കുകയും എൻ്റെ വലത്ത് കൈയിൽ അടിക്കുകയും കൂടെയുണ്ടായിരുന്ന മൃഗസ്നേഹിക്കും മർദ്ദനമേറ്റു. ഇതിനെതിരെ പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഇവർ ആരോപിച്ചു. DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും റജിമോളും മോഹൻകുമാറും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി ഹരിത ഗ്രന്ഥശാലയായി. ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് സെമിനാറും സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രഭാതം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC രാജൻ സ്വാഗതം പറഞ്ഞു. സെമിനാറിൽ സമ്പൂർണ്ണ ശുചിത്വ നഗരമെന്ന വിഷയം നഗരസഭാ സെക്രട്ടറി PS രാജേഷ് അവതരിപ്പിച്ചു. ഹരിത കർമ്മസേനാംഗങ്ങളെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു ആദരിച്ചു. ഷൊർണൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ KC അശോക്, ലൈബ്രറി ട്രഷറർ MC ശങ്കരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീജ ഹരിദാസ്, R മണി, മനോജ്, പ്രശാന്ത്, ലൈബ്രറിയന്മാരായ CK ഗോവിന്ദൻകുട്ടി, M റംല എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോടായി പഞ്ചായത്തിൽ പഴമയും പുതുമയും തലമുറ സംഗമം നടത്തി. പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഗമം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ K കുഞ്ഞിലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാധാമോഹൻ, V വിനീത, പഞ്ചായത്ത് അംഗം MR രജിത, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ K ശാന്തകുമാരി, ലളിത B മേനോൻ, സുമതി എന്നിവർ സംസാരിച്ചു. പഴമയും പുതുമയും കൂടിച്ചേർന്ന തലമുറ സംഗമം വേറിട്ട അനുഭവമായി. ന്യൂസ് ബ്യൂറോ,
കോട്ടായി. നാടിനെ ബാധിച്ച ലഹരി വിപത്തിന്റെ വ്യാപ്തിയും കൂട്ടായ്മയിലൂടെ അതിനെ ചെറുക്കേണ്ടതിന്റെ അനിവാര്യതയും വരച്ചുകാട്ടി വിരമിച്ച സർക്കാർ ജീവനക്കാർ ചേർന്ന് തൃശൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ അവതരിപ്പിച്ച തെരുവ് നാടകം ശ്രദ്ധേയമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച ഏകദിന ലഹരി വിരുദ്ധ കലാജാഥയിലാണ് നാടകം അവതരിപ്പിക്കപ്പെട്ടത്. എഴുത്തുകാരനായ E.D. ഡേവിസ് രചനയും തിയേറ്റർ കലാകാരൻ P.D. ഡേവിസ് സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ പൂർണ്ണമായും പെൻഷനേഴ്സ് യൂണിയൻ അംഗങ്ങളാണ് അഭിനേതാക്കളായത്. സ്കൂൾ വിദ്യാർത്ഥികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരിക്ക് അടിമപ്പെടുന്നതും ഇതിനെതിരെ PTA യോഗം ചേർന്ന് ലഹരിക്കെതിരെ രക്ഷിതാക്കളെ അണിനിരത്തുന്നതുമാണ് നാടകത്തിൻ്റെ പ്രമേയം. നാടകത്തിൽ വിദൂഷകനായി വേഷമിട്ടത് സംവിധായകൻ P.D. പൗലോസാണ്. T.A. വേലായുധൻ, ഫ്രാങ്കോ, വിദ്യാധരൻ, വിജയലക്ഷ്മി, C.P. ത്രേസ്യ തുടങ്ങിയ 15ഓളം പേർ നാടകത്തിൽ വേഷമിട്ടു. പ്രിയമുള്ളവരെ, യോഗ നടപടികൾ നമ്മുടെ മക്കൾ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മകൾ ഇപ്പോൾ വീട്ടിൽ വരും. കൊടകര ബ്ലോക്ക് പരിധിയിലെ ആമ്പല്ലൂർ, വരന്തരപ്പിള്ളി, കോടാലി, കൊടകര, കല്ലൂർ, തലോർ, പുതുക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങളിലാണ് നാടകം അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കടുത്ത വേനലിലും തൃശൂർ ചിമ്മിനി ഡാമിൽ സംഭരണശേഷിയുടെ 46% വെള്ളം അവശേഷിക്കുന്നത് ഡാമിനെ ആശ്രയിക്കുന്ന കാർഷിക ജലസേചന പദ്ധതികൾക്കും ചെറുകിട വൈദ്യുതി ഉൽപാദന പദ്ധതികൾക്കും ആശ്വാസകരമാകുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് സംഭരണശേഷിയുടെ 16% മാത്രമായിരുന്നു ഡാമിലെ ജലനിരപ്പ്. അതേസമയം വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിന് മുകളിലേക്ക് ഈ അവധിക്കാലത്തെങ്കിലും സന്ദർശനം അനുവദിക്കുന്നതിന് ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. തൃശൂർ ജില്ലയിലെ 16,000 ഹെക്ടർ വരുന്ന കോൾപ്പാടങ്ങൾക്ക് ആശ്രയമാണ് ചിമ്മിനി ഡാമിലെ വെള്ളം. നിലവിൽ 63.97 മീറ്റർ വെള്ളമാണ് ചിമ്മിനിയിൽ ഉള്ളത്. ഇത് ഡാമിൻ്റെ സംഭരണശേഷിയുടെ 46%. കഴിഞ്ഞ വർഷം ഇതേ സമയം സംഭരണശേഷിയുടെ 16% മാത്രമായിരുന്നു ജലനിരപ്പ്. വൈദ്യുതോൽപാദനത്തിനുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ ഡാമിൽ നിന്ന് തുറന്നുവിടുന്നത്. നിലവിൽ ദിനംപ്രതി 1.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ ഏറ്റവും വലിയ കാർഷിക ജലസേചന പദ്ധതി, അനുബന്ധമായി അപൂർവമായ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ വനഭൂമി, ഇക്കോ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ എന്നിങ്ങനെ ചിമ്മിനിയുടെ സവിശേഷതകൾ ഏറെയാണ്. വനയാത്ര, പ്രകൃതി പഠന ക്യാമ്പ്, ജലയാത്ര, ഉദ്യാനം, അക്വേറിയം, ഏറുമാടം തുടങ്ങിയവയ്ക്കെല്ലാം ഏറ്റവും അനുയോജ്യമായ ഇടമാണിത്. പക്ഷേ കാലാകാലങ്ങളിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്യാറുണ്ടെങ്കിലും ചിമ്മിനിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ ഇനിയും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. വനം വകുപ്പും ഇറിഗേഷൻ, വിനോദസഞ്ചാര വകുപ്പുകളും ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമെല്ലാം പല സമയത്ത് ചിമ്മിനിയിൽ പദ്ധതികളുമായെത്തി. എന്നാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ആവശ്യ സൗകര്യങ്ങൾ ഇപ്പോഴും അപ്രാപ്യമായതിനാൽ ഒരു വിഭാഗം സഞ്ചാരികൾ മാത്രമാണ് ചിമ്മിനിയിലെത്തുന്നത്. കടുത്ത വേനലിൻ്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയിരുന്ന സന്ദർശക വിലക്ക് നീങ്ങുന്നതോടെ ഈ അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ചിമ്മിനി ഒരുങ്ങിക്കഴിഞ്ഞു. വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിന് മുകളിലേക്ക് ഈ അവധിക്കാലത്തെങ്കിലും സന്ദർശനം അനുവദിക്കുന്നതിന് ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് റവന്യൂ ജില്ലാ യാത്രയയപ്പ് സമ്മേളനം മനശ്ശേരി വരിക്കാശ്ശേരി മനയിൽ നടന്നു. NTU സംസ്ഥാന സെക്രട്ടറി AJ ശ്രീനി ഉദ്ഘാടനം ചെയ്തു. യാത്രയയപ്പ് സമ്മേളനത്തിൽ NTU ജില്ലാ പ്രസിഡന്റ് P. മനോജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ്, ട്രഷറർ വേണുഗോപാലൻ, ജോയിന്റ് സെക്രട്ടറിമാരായ C. ശ്രീജിത്ത്, VR അഭിലാഷ്, P. അനുപമ, വൈസ് പ്രസിഡന്റുമാരായ PA സച്ചിദാനന്ദൻ, MK ഗണേഷ് കുമാർ, സംസ്ഥാന സമിതി അംഗം PS ഐശ്വര്യ എന്നിവർ പ്രസംഗിച്ചു. NTU മുൻ ജില്ലാ പ്രസിഡന്റ് PA കൃഷ്ണൻകുട്ടി, വൈസ് പ്രസിഡന്റുമാരായ KM ശ്രീധരൻ, KV രമ, ബാലഗോകുലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ബാബുരാജ്, P. ബിജേഷ് കുമാർ, A. രവീന്ദ്രൻ, KC സുമതി, CM ചന്ദ്രിക, K. ഉണ്ണി, MB രാജീവ് കുമാർ, A. രമാദേവി, VP അനിത, K. ജയലക്ഷ്മി, P. ജഗദീഷ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. മക്കളെ മയങ്ങല്ലേ മറക്കല്ലേ മൂല്യങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തി സമ്മേളനത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ പരിപാടിക്ക് NTU ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു.
ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സ്ത്രീ സൗഹൃദ പഞ്ചായത്തായി മങ്കര. ഇതിന്റെ ഭാഗമായി മങ്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലും നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചു. നാപ്കിനുകൾ നശിപ്പിക്കുന്നതിനുള്ള ഇൻസിനേറ്ററും സമീപത്തു തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. 5 രൂപ കോയിൻ നിക്ഷേപിച്ചാൽ നാപ്കിൻ ലഭ്യമാകും. നാപ്കിൻ വെൻഡിംഗ് മെഷീൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മല്ലിക ഉദ്ഘാടനം ചെയ്തു. നദീറ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ശിവേണി മോഹൻ പദ്ധതി വിശദീകരിച്ചു. നമസ്കാരം, ഞാൻ മങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറാണ്. നമ്മുടെ മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്കൊരു സാനിറ്ററി പാഡ് വെൻഡിംഗ് മെഷീൻ ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇതൊരു തിരക്കുള്ള ഒരു ആശുപത്രിയാണ്. അപ്പോൾ പലരും സ്ത്രീകളായിട്ടുള്ള രോഗികളാണ് നമുക്കിവിടെ കൂടുതലും വരുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമാണിത്. അപ്പോൾ പലരും ഇവിടെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത്യാവശ്യത്തിന് പാഡ് എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ സ്ത്രീകളിൽ പലരും. അപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് പാഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വെറും 5 രൂപ മാത്രം ഇട്ടിട്ട് ഇവിടുന്ന് പാഡ് എടുക്കാവുന്നതാണ്. ഉപയോഗിച്ച് കഴിഞ്ഞ പാഡുകൾ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാപ്കിൻ ഡിസ്ട്രോയറും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ടോയ്ലറ്റിൽ ലഭ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ പാഡുകൾ മാത്രം നമുക്ക് അവിടെ വെച്ച് ഡിസ്പോസ് ചെയ്യാം. അത് അവിടെ ആ മെഷീൻ വഴി തന്നെ അത് ഡിസ്പോസ് ആയിക്കോളും. പാഡ് ഇവിടെ നിന്ന് എടുക്കുക, ആ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള പാഡുകൾ നമ്മൾ അവിടെ ചെന്ന് ഡിസ്പോസ് ചെയ്യുക. അപ്പം തികച്ചും നമ്മുടെ സ്ത്രീകൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഈ ഒരു സംഭവം, ഈ ഒരു മെഷീനും അതിന്റെ ഡിസ്ട്രോയറും നമുക്കിവിടെ പഞ്ചായത്ത് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രിക, നദീറ, പാഞ്ചാലി, അനിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കൈമുകുന്നത്തുകാവ് താലപ്പൊലി വർണ്ണാഭമായി. 100 ആളുകൾ കൂത്തുതാലപ്പൊലി മഹോത്സവത്തിൽ പങ്കെടുത്തു. മണ്ണൂർ സ്വരൂപത്തിൽ നിന്ന് കുതിര എഴുന്നള്ളിപ്പോടെയാണ് ആഘോഷ പരിപാടികൾ സജീവമായത്. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് താലപ്പൊലി ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, മേളം എന്നിവയുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം മണ്ണൂർ സ്വരൂപത്തിൽ നിന്ന് കുതിരയെഴുന്നള്ളിപ്പ് ക്ഷേത്ര മൈതാനത്തെത്തി. മറ്റ് വേലകളും ക്ഷേത്ര മൈതാനത്തിലെത്തി അണിനിരന്നു. നാൽപ്പതോളം ദേശവേല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പകൽവേലകൾ ക്ഷേത്രത്തിലെത്തി. മേളം, പഞ്ചവാദ്യം, കുതിരകളി, നാദസ്വരം, സിംഗിൾ തായമ്പക, തുടർന്ന് ഡബിൾ തായമ്പക എന്നിവയുണ്ടായി. ബുധനാഴ്ച പുലർച്ചെ പഞ്ചവാദ്യം, ശ്രീരാമ പട്ടാഭിഷേകം, കൂത്ത്, തുടർന്ന് കുതിര, കാളകളി എന്നിവയോടെ കൂത്തുതാലപ്പൊലിക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ മുതലപ്പാറ പൂരം കൊടിയേറി 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ തുടക്കമായത്. ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു പൂരം കൊടിയേറ്റം. കൊടിയേറ്റത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ നടന്നു. കഴിഞ്ഞ രാത്രി 9-നായിരുന്നു പൂരം കൊടിയേറ്റം. ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ഉത്സവത്തിന് കൊടിയേറിയത്. തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. വൈകിട്ട് 6:30-ക്ക് ആധ്യാത്മിക പ്രഭാഷണം നടന്നു. കൊടിയേറ്റത്തിന് ശേഷം അഭിനയ നൃത്ത കലാക്ഷേത്രത്തിന്റെ നൃത്തനൃത്യങ്ങളുമുണ്ടായി. പൂരം വരെ എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ വിവിധ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. ഏപ്രിൽ 1-നാണ് മുതലപ്പാറ പൂരം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓടന്നൂർ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിമരത്തിന്റെ പഞ്ചവർഗ തറ സമർപ്പണം നടന്നു. ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിലായിരുന്നു സമർപ്പണ ചടങ്ങ്. ക്ഷേത്രം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ
കൊടിമരത്തിന്റെ പഞ്ചവർഗത്തറ സമർപ്പിച്ചത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. തറ സമർപ്പണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷ പൂജകളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊളപ്പുള്ളി KMIC സ്കൂളിലെ അക്കാദമിക് കോർഡിനേറ്ററായി മുഹമ്മദ് യാസീൻ ചുമതലയേറ്റു. വിദ്യാഭ്യാസത്തിൽ മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ സമന്വയിപ്പിച്ചുകൊണ്ട് പുരോഗമനപരമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുമെന്ന് മുഹമ്മദ് യാസീൻ പറഞ്ഞു. 20 വർഷത്തിലധികമായി ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ സ്ഥാപനങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ട്രെയിനർ, കോച്ച്, മെന്റർ തുടങ്ങി വിവിധ പദവികൾ അലങ്കരിച്ച് പ്രവൃത്തി പരിചയമുള്ള മുഹമ്മദ് യാസിൻ പ്രമുഖ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്. വിദ്യാഭ്യാസത്തിൽ മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ സമന്വയിപ്പിച്ചുകൊണ്ട് പുരോഗമനപരമായ പഠനാന്തരീക്ഷം വളർത്തിയെടുക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് മുഹമ്മദ് യാസിൻ പറഞ്ഞു. KMIC സ്കൂളിൻ്റെ ഒരു വലിയൊരു മൈൽ സ്റ്റോണാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തൊരു 15 ഇയേഴ്സിനുള്ള ഒരു അക്കാഡമിക് കരിക്കുലം പ്ലാൻ മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചർ, സ്റ്റാർട്ടിങ് ഫ്രം ദ വേ എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്, ഏത് തരത്തിലാണ് നമ്മളവരെ മോൾഡ് ചെയ്യേണ്ടത്, ഇനി ഏതെല്ലാം തരത്തിലുള്ള ഫെസിലിറ്റീസ് എഡ്യൂക്കേഷൻ അപ്പുറത്തേക്ക് നമ്മളവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടിയിരുന്ന് ആലോചിച്ച് അപ്രൂവ് ചെയ്തിട്ട് അതെല്ലാം പ്ലാൻ ആക്കിയതിന് ശേഷം ഇനിയൊരു എക്സിക്യൂഷൻ മോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. മാനേജ്മെൻറ്റ് ഭയങ്കര നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. റിസർച്ചും മെത്തഡോളജീസും നടത്തിയിട്ടുള്ള പ്രൂവൺ സക്സസ്ഫുൾ ടെക്നിക്സ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓൺ അഫോർഡബിൾ പ്രൈസസ് വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മോട്ടോ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ഇനി പല വിസിറ്റിംഗ് ഫാക്കൽറ്റീസിനെ ഇവിടെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് എക്സ്പോഷർ കൊടുക്കുക, അവരുടെ ആശയങ്ങൾ, അവർക്കറിയാവുന്ന കാര്യങ്ങൾ, നോളജ് എല്ലാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതെല്ലാം നമ്മൾ ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖല പരമപ്രധാനമായ വഴിത്താരയിലൂടെയാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുക എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ചോദ്യങ്ങൾ ചോദിക്കാൻ കൂടി കുട്ടികളെ പ്രാപ്തരാക്കുക എന്നത് വലിയ ലക്ഷ്യമാണ്. AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനൊപ്പം പരമ്പരാഗത രീതികളിൽ നിന്ന് പൂർണ്ണമായും വഴിമാറാതെ മൂല്യബോധമുള്ളവരായി കുട്ടികളെ വളർത്തുക എന്ന ലക്ഷ്യം കൂടി വിദ്യാഭ്യാസത്തിനുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് ദ ക്ലാസ് റൂം കുട്ടികൾക്ക് നമുക്ക് നോർമൽ അക്കാഡമിക്സ്, സിലബസ്, ബുക്സ് ഇതെല്ലാം നമ്മളെല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇന്ന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ചോദ്യത്തിന് ഉത്തരം പഠിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന കാലത്ത് ചോദിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും എങ്ങനെയാണ് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ചോദിച്ച് കണ്ടെത്തേണ്ടത്, എക്സ്പ്ലോർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ടെക്നോളജിക്കലി കുറേ പുതിയ കാര്യങ്ങൾ നമ്മൾ സിലബസിൽ കൊണ്ടുവരുന്നുണ്ട്, സ്കൂളിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടെക്നോളജിയുടെയും അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്ന പുതിയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയർ, അവരുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നത്, അവരുടെ ഇമോഷണൽ വെൽബീയിങ്, സൈക്കോളജിക്കലായിട്ടുള്ള അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇനി നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര. വിദ്യാലയത്തിൽ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അക്കാഡമിക് കോർഡിനേറ്ററായി മുഹമ്മദ് യാസിൻ ചുമതലയേറ്റത്. ചടങ്ങിൽ KMIC സെക്രട്ടറി TM യൂസഫ്, സ്കൂൾ പ്രിൻസിപ്പാൾ T ഭവ്യ, TY ഷിഹാബുദ്ദീൻ, TH ഫിറോസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുളൂർക്കരയിൽ ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സ്വകാര്യ കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ജനകീയ മത്സ്യകൃഷിയിൽ ഉൾപ്പെടുത്തി മുള്ളൂർക്കര പഞ്ചായത്തിൽ ജോബി സെബാസ്റ്റ്യൻ എന്ന കർഷകന്റെ 2 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച കുളത്തിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് നിർവഹിച്ചു. ഇനി പഞ്ചായത്തിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റാവുന്ന വിധങ്ങൾ വെച്ചിട്ട് തീർച്ചയായിട്ടും പ്രോത്സാഹനം ഉണ്ടായിരിക്കും. അത് വരും വർഷങ്ങളിൽ ഇപ്പോൾ ഒരു തവണയല്ല, നിരന്തരമായിട്ട് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൃഷി രീതി എന്നുള്ള രീതിയിൽ അവലംബിച്ച് പോയ തൊഴിലവസരങ്ങൾ. ഇപ്പോൾ വീട്ടിലൊക്കെ കുറേ ആളുകൾ
പുറത്തേക്ക് ജോലിക്കാൻ ബുദ്ധിമുട്ടാവും. വീട്ടിലത്തെ ചില എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അത് വീട്ടിലെ ആളില്ലായ്മ, കുട്ടികളെ നോക്കാനില്ലായ്മ എന്നൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സ്ഥലമുള്ള ആളുകൾക്ക് ഒരു 3 സെൻറ്റ് സ്ഥലം, അല്ലേ 3 അല്ലേ വേണ്ടോ, 2 സെൻറ്റ് സ്ഥലം, 2 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് ഇങ്ങനെയുള്ള പഠിതാക്കളങ്ങൾ നിർമ്മിച്ച്, പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു ബിസിനസ്സായിട്ട് എടുത്താൽ തീർച്ചയായിട്ടും അതിന് വിജയം ഉണ്ടാവും. വാർഡ് മെമ്പർ മുരളി അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയർ വിഷ്ണു, അക്വാകൾച്ചർ പ്രൊമോട്ടർ ഡോക്ടർ അബ്ദുൽ സലാം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ലോക ക്ഷയരോഗ ദിനം ആചരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് പഞ്ചായത്ത് തല ക്ഷയരോഗ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ഉദ്ഘാടനം ചെയ്തു. വലിയൊരു വില്ലനായിട്ടാണ് ക്ഷയരോഗം മാറിയിട്ടുണ്ട്. പ്രധാനമായും ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ പറയുന്നത് കടുത്ത ചുമ, നീണ്ടു നിൽക്കുന്ന ചുമ, നെഞ്ഞുവേദന, പനി, ക്ഷീണം, കടുത്ത വിറയൽ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് തന്നെ ക്ഷയരോഗം പൂർണ്ണമായും നിർമ്മാണം ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. പഞ്ചായത്ത് അംഗം ദിവ്യ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ശ്രീകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഷാജു എന്നിവർ വിഷയാവതരണം നടത്തി. ജയചൈ നാരായണമൂർത്തി സ്വാഗതം പറഞ്ഞു. MLSPമാർ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. പഞ്ചായത്തിൽ നിന്ന് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാമെന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് പരിപാടിയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വരവൂരിൽ യുവാവിനെ വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ സ്കൂളിന് സമീപം വടക്കോട്ട് വീട്ടിൽ 38 വയസ്സുള്ള സ്വാമിനാഥനാണ് മരിച്ചത്. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല കാണാൻ അമ്മയ്ക്കൊപ്പം ബന്ധുവീട്ടിൽ പോയി ഒറ്റയ്ക്കാണ് സ്വാമിനാഥൻ മടങ്ങി വന്നത്. മറ്റുള്ളവർ തിരിച്ചെത്തിയപ്പോൾ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സ്വാമിനാഥൻ അവിവാഹിതനാണ്. സഹോദരി സജിത. കോട്ടായിയിൽ ഗൃഹനാഥനെ വീടിനുള്ളിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി ഓടന്നൂർ കോലാക്കളം വീട്ടിൽ ശംഭുകുമാരനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ഭാര്യ പ്രേമലത, മക്കൾ അശ്വതി, അഞ്ജലി, മരുമകൻ സുകേഷ്. മാറ്റലി. കേരള പോലീസിന്റെ നിഗമനങ്ങളും കുറ്റപത്രവും തള്ളി കൊടകര കുഴൽപ്പണക്കേസിൽ ED കുറ്റപത്രം നൽകിയിരിക്കുന്നു. കൊള്ളയടിച്ചത് BJPക്കുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ടെന്നായിരുന്നു പോലീസ് കുറ്റപത്രം. അതേസമയം രാഷ്ട്രീയ ബന്ധമില്ലെന്നും പണം സ്ഥലമിടപാടിനെന്നുമാണ് ED കുറ്റപത്രത്തിലുള്ളത്. കൊടകര കുഴൽപ്പണക്കേസിന് രാഷ്ട്രീയ ബന്ധമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മാറ്റലിയിലേക്ക്. കൊടകര കുഴൽപ്പണക്കേസ് കേരളത്തിലെ പോലീസിൻ്റെ കണ്ടെത്തൽ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ED റിപ്പോർട്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആ കേസിൽ ഉൾപ്പെട്ട ശ്രീ K. സുരേന്ദ്രനെ രക്ഷിക്കാനുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. ED അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ ഈ കേസ് ഇങ്ങനെ തന്നെ ആയിരിക്കും എത്തിക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിന് നേരത്തെ കൂട്ടി അറിയാമായിരുന്നു. അത് സത്യമായി ഭവിച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് EDയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് BJP നേതാക്കളെ രക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ മക്കൾ ഉൾപ്പെട്ട ED അന്വേഷിക്കുന്ന, കേന്ദ്രം അന്വേഷിക്കുന്ന കേസ് പരസ്പര ധാരണയോടെ ഒത്തുതീർപ്പാക്കാനുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഈ 2 കേസിന് പിന്നിൽ, അതായത് കൊടകര കുഴൽപ്പണ കേസിൻ്റെയും പിണറായി വിജയൻ്റെ മകൾ ഉൾപ്പെട്ട SFIO അന്വേഷിക്കുന്ന കേസിൻ്റെയും ഒക്കെ പരസ്പര ധാരണയോടുകൂടിയുള്ള നീക്കമാണ് ഇതിനു പിന്നിൽ നടന്നിട്ടുള്ളത് എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യവസായ സംരംഭങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള പ്രദേശമാണ് പട്ടാമ്പി എന്ന് മന്ത്രി P. രാജീവ്. പുത്തൻ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. കേരളത്തിന്റെ വളർച്ചയ്ക്ക് യുവ മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി. പട്ടാമ്പിയിൽ വ്യവസായ വകുപ്പിന്റെ ജില്ലാതല നിക്ഷേപക സംഗമവും സാങ്കേതിക ശില്പശാലയും. ഏലപ്പുള്ളിയിൽ വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രി MB രാജേഷിന്റെയും സ്പിരിറ്റ് ബോംബെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് T. സിദ്ദീഖ്. രാജേഷിന്റെ ബ്രൂവറി പിറക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കും. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നടത്തിയത് ഐതിഹാസിക സമരം. കർഷകർക്കൊപ്പം നിലകൊള്ളുന്ന ഏക പ്രസ്ഥാനം കർഷക കോൺഗ്രസ് ആണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞെന്നും T. സിദ്ദീഖ്.
CPM ഭരിക്കുന്ന ഷൊർണൂർ സഹകരണ അർബൻ ബാങ്കിൽ പാർട്ടി അംഗത്തിന്റെ ബന്ധുക്കൾക്ക് 7,70,00,000 രൂപ അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തുക തിരിച്ചുപിടിക്കാൻ ജപ്തി നടപടി. 4 വർഷത്തിനിടെ നടന്നത് ഒരു തിരിച്ചടവ് മാത്രം. ബാങ്കിന് ഈടായി നൽകിയ ചളവറയിലെ കെട്ടിടവും സ്ഥലങ്ങളും ജപ്തി ചെയ്തു. ബാങ്ക് വായ്പയായി നൽകിയത് വസ്തുവിന്റെ അന്നത്തെ വിപണി മൂല്യത്തേക്കാൾ ഉയർന്ന തുക. വായ്പ പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ കൂടുതൽ ജപ്തി നടപടിയുണ്ടായേക്കും. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന് BMS. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. രാഷ്ട്രത്തിന്റെ സമഗ്ര പുരോഗതിക്കായി കേന്ദ്ര സർക്കാർ തൊഴിലാളി പക്ഷത്തു നിന്ന് ചിന്തിക്കാനും നയങ്ങൾ രൂപീകരിക്കാനും തയ്യാറാകണമെന്ന് നേതാക്കൾ. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഷൊർണൂർ നഗരസഭ വഴിയുടെ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനത്തിന് മുൻപ് CPM അനുകൂല തൊഴിലാളി സംഘടന സമരപ്പന്തലാക്കിയെന്നാരോപിച്ച് BJP പ്രതിഷേധം. നഗരസഭാ സെക്രട്ടറിയെ BJP പ്രവർത്തകർ ഉപരോധിച്ചു. തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകരും അംഗൻവാടി ജീവനക്കാരും നടത്തുന്ന അവകാശ സമരത്തിന് ഐക്യദാർഢ്യവുമായി ഷൊർണൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ. കളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിന് മുന്നിലും കോൺഗ്രസിന്റെ ഐക്യദാർഢ്യ ധർണ. കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ കൊടും കുറ്റവാളി വടിവാൾ വിനീതിനായി തിരച്ചിൽ തുടരുന്ന വടക്കാഞ്ചേരിയിൽ ബൈക്ക് മോഷണം. കുമ്പളങ്ങാട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന എൻഫീൽഡ് ബൈക്ക് കവർന്നു. മോഷണത്തിന് പിന്നിൽ വിനീതെന്ന് സംശയം. വിനീതിനൊപ്പം രക്ഷപ്പെട്ട മറ്റൊരു പ്രതിയെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത് കുമ്പളങ്ങാട് അകമ്പാടത്ത് വെച്ച്. പോക്സോ കേസിലെ പ്രതി വിദേശത്ത് വെച്ച് മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിൽ. അർഹരായ മുഴുവൻ അപേക്ഷകർക്കും പാർപ്പിടമെന്ന ലക്ഷ്യത്തിന് മുൻഗണന നൽകി പട്ടാമ്പി നഗരസഭ ബജറ്റ്. നഗരത്തിൽ സോളാർ വിളക്കുകൾ സ്ഥാപിക്കാൻ 2 കോടി. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ തുക നീക്കിവെച്ചു. നഗരസഭയുടെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന ഭാവനാശൂന്യമായ ബജറ്റെന്ന് പ്രതിപക്ഷം. പാർപ്പിടത്തിനും അടിസ്ഥാന വികസനത്തിനും ആരോഗ്യമേഖലയ്ക്കും മുഖ്യ പരിഗണന നൽകി മങ്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. പാരമ്പര്യത്തിന്റെ തലയെടുപ്പും വർണ്ണക്കാഴ്ചകളുടെ വിസ്മയവുമായി മണ്ണൂർ കൈമൂന്നത്തുകാവ് കൂത്തുതലപ്പൊലി. ആഘോഷത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. അമ്പലപ്പാറ മുതലപ്പാറ പൂരത്തിന് ആവേശക്കൊടിയേറ്റം. പൂരം ഏപ്രിൽ 1. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.